മനുഷ്യനോട് സംസാരിക്കുന്നത് നിർത്തി ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങുക. എന്നുവെച്ചാൽ മനുഷ്യനോട് അധികം സംസാരിക്കുന്നതിനേക്കാളുപരി അധിക സമയം ദൈവത്തോട് സംസാരിക്കുക. മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരിക്കലും നിഷ്ഫലമായി പോയിട്ടില്ല. ഒരു കർഷകൻ ഒരു കുഞ്ഞ് വിത്തിട്ടിട്ട് അതിനു വേണ്ടി വെള്ളമൊഴിച്ച് കാത്തിരുന്ന് അത് പൂത്തുലയുന്നത് വരെ കാത്തിരിക്കുന്നത് പോലെ മാസങ്ങൾ, വർഷങ്ങൾ എടുത്തേക്കാം. ഒരു പ്രാർത്ഥനക്കാരൻ കാത്തിരിക്കുകയാണ് ഒരു പ്രവൃത്തി തൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ. നോക്കൂ, എത്ര മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ധൂർത്തപുത്രനും പിതാവും. ആ പിതാവ് മനുഷ്യരോടാരോടും ആവലാതി പറയുന്നില്ല, തിരിച്ച് കാത്തിരിക്കുന്നു പ്രാർത്ഥനയോടെ തൻ്റെ മകൻ്റെ മടങ്ങിവരവിനായി. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ആരുടെയൊക്കെയോ വിടുതലിന് വേണ്ടി കുടുംബത്തിനകത്ത് എൻ്റെ സഹോദരൻ്റെ, എൻ്റെ പിതാവിൻ്റെ, എൻ്റെ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ കാത്തിരിപ്പ് വൃഥാവരാകില്ല. ആ കാത്തിരിപ്പിന് ഫലമുണ്ടാകും. എന്താ കാര്യം? നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു കർത്തനുണ്ട്. അപ്പൻ കാത്തിരിക്കുകയാണ് മകൻ്റെ മടങ്ങിവരവിന് വേണ്ടി. ദൈവത്തോട് ആ ഹൃദയം ഞരങ്ങുകയാണ്. എൻ്റെ കുഞ്ഞ് വീട് വിട്ടുപോയി, എൻ്റെ കുഞ്ഞെൻ്റെ ഭവനം വിട്ടുപോയി. അതേ പ്രിയരെ, നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ആ ദൈവിക ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നു എന്നുള്ളതിൻ്റെ ചിത്രീകരണമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഭവനം വിട്ടുമാറിയ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുഞ്ഞിനു വേണ്ടി, ഒരു പിതാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് ചുരുങ്ങിയ മണിക്കൂറുകളായിരിക്കാം. പക്ഷേ 24 മണിക്കൂറും ദീർഘക്ഷമയോടെ ഇരുന്ന് പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് പുത്രൻ്റെ മധ്യസ്ഥത. നശിപ്പിക്കരുതേ, എടുത്തു മാറ്റരുതേ. പുകഴുവാൻ, പ്രശംസിക്കുവാൻ ഒന്നുമില്ല. 38 വർഷം തൻ്റെ പിതാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നവരുണ്ട്. ഒരു മനുഷ്യനോട് പോലും പറയാതെ ഒരു മുറിക്കകത്തിരുന്ന് കരഞ്ഞ് 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 മക്കളുടെ വിടുതലിന് വേണ്ടി കാത്തിരുന്ന മാതാപിതാക്കളുണ്ട്. ബൈബിൾ കത്തിച്ചവർ, അപ്പനെ വെട്ടാൻ വെട്ടുകത്തിയെടുത്തവർ, പരിഹസിച്ചവർ, വഴിനീളെ കല്ലെറിഞ്ഞവർ, അവരൊക്കെയും മടങ്ങി വന്നതിൻ്റെ കാരണം കണ്ണുനീരും പ്രാർത്ഥനയും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വിശ്വാസത്തിൽ ഒരു ഉറപ്പുണ്ടാകണം. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് വൃഥാവിലല്ല. ഇന്നെൻ്റെ തലമുറയുടെ മേൽ ദൈവപ്രവൃത്തി നടക്കും. ഓരോ ദിവസവും കാത്തിരിക്കുന്നൊരു കർഷകൻ വരും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഫലം ഞാൻ നട്ടുവച്ച വൃക്ഷത്തിൻ്റെ തൈയിൽ നിന്ന് പുറത്തു വരുമെന്ന് കാത്തിരിക്കുന്നത് പോലെ നാം ജനിപ്പിച്ച, നാം വളർത്തിയ, നാം വലുതാക്കിയ ആ കുഞ്ഞുങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവൃത്തി ചെയ്യുമെന്ന് ഒരു ഫലവത്തായൊരു ദിവസം ഇന്നാണെന്ന് പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുക. യോനയെപ്പോലെ ഒരുപക്ഷെ വഴിതെറ്റി ഓടുന്നവരായിരിക്കാം മടക്കി വരുത്താൻ കഴിയുന്നൊരു ദൈവം. കടലിനകത്താണെങ്കിലും പ്രാർത്ഥന ചെന്നെത്തും. കടലിൻ്റെ അടിത്തട്ടിലാണെങ്കിലും പ്രാർത്ഥന ചെന്നെത്തും. ആകാശത്തിൻ്റെ കൊടുമുടിക്കകത്താണെങ്കിലും പ്രാർത്ഥന ചെന്നെത്തും. നാം അയക്കുന്ന പ്രാർത്ഥനയുടെ വചനങ്ങൾ എത്താത്ത ഒരിടം ഈ ഭൂമിയിലില്ല. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നു. ദേശം നശിച്ചു പോകാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു എന്ന് വേദനയോടെ ദൈവം നമ്മളോട് പറയാൻ ഇടവരരുത്. നമുക്ക് എഴുന്നേൽക്കാം, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കാം.
പട്ടണങ്ങൾക്ക് വേണ്ടി ഇടിവുകൾ നൽകാം. രാജ്യങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി യേശുവിനെ കാണാൻ കഴിയാതെ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പിശാച ആ ശക്തി മനുഷ്യൻ്റെ ഹൃദയം കുരുടാക്കി മാറ്റുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ആ ഹൃദയങ്ങൾക്ക് വെളിച്ചമായി മാറട്ടെ, ആ ഇരുട്ട് മാറട്ടെ, ആ വെളിച്ചം ശോഭിക്കട്ടെ, അവർ രക്ഷയിലേക്ക് കടന്നു വരട്ടെ, അവരും കർത്താവിൻ്റെ മക്കളായി മാറട്ടെ. ദീർഘക്ഷമയോടെ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. ദൈവമായ കർത്താവ് ഈ നമ്മെ വിരോധിച്ചവർ, ശത്രുക്കൾ, നമ്മെ പകച്ചവർ, നമുക്കെതിരെ പലതും ആസൂത്രണം ചെയ്തവർ ഈ നാളുകളിൽ കർത്താവിന് മഹത്വമായി മാറുവാൻ, കർത്താവിൻ്റെ മക്കളായി മാറാൻ, അതേ പ്രിയരെ, ദൈവമായ കർത്താവ് വേഗത്തിലൊരു ദൈവപ്രവൃത്തി അയക്കും. അവരും നമ്മളോടൊപ്പം ഒരുമിച്ച് ഈ ഭൂമിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തും. ദൈവം ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.